നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. സീതാറാം യെച്ചൂരിയുടെ സംസ്കാരം നാളെ. പ്രിയ സഖാവിന് വിട ചൊല്ലാൻ കേരള നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ. വൈകിട്ട് 6 മുതൽ ഡൽഹിയിലെ വസതിയിൽ പൊതുദർശനം. ഇൻഡിഗോ വിമാനയാത്രാ ബഹിഷ്കരണം അവസാനിപ്പിച്ച് ഇ.പി. ജയരാജൻ. യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇൻഡിഗോയിൽ ഡൽഹിയിലേക്ക്. ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ചു. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ DGP. അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്ന ADGPയുടെ മൊഴി. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അജിത് കുമാർ. കലവൂർ കൊലപാതകത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ ഇന്നലെ ആലപ്പുഴയിൽ എത്തിച്ചു. പ്രതികൾ പിടിയിലായത് ഇന്നലെ രാത്രി. ഡൽഹി മദ്യനയ കേസിൽ കേജ്രിവാളിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി വിധി ഇന്ന്. ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകാം. CBI അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും. യെച്ചൂരി ഇനി ഓർമ്മ. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ ഡൽഹിയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. 6 മണി മുതൽ വസതിയിൽ പൊതുദർശനം നടക്കും. കേരള നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. കിരൺ, യെച്ചൂരിയുടെ മടക്കം അത് CPIM പാർട്ടിക്കപ്പുറം രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്ന എല്ലാവർക്കും ഉണ്ടാക്കുന്ന വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അതെപ്പോഴത്തേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഇന്ന് പൊതുദർശനം വൈകിട്ട് ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. കേരള നേതാക്കൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? തൻ്റെ ജീവിതം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി വിട്ടു നൽകിയ സീതാറാം യെച്ചൂരി തൻ്റെ മൃതശരീരം എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകാനുള്ള തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം നാളെ വൈകുന്നേരത്തോടുകൂടി എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി വിട്ടു നൽകും. നാളെയാണ് ഔദ്യോഗിക പൊതുദർശന ചടങ്ങുള്ളത്. CPMൻ്റെ ആസ്ഥാനമായ ഡൽഹിയിലെ ഗോൾഡ് മാർക്കറ്റിലെ AKG ഭവനിലാണ് ഈ പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് എത്തിക്കും. വൈകുന്നേരം വീട്ടിലാണ്. വീട്ടിലങ്ങനെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പൊതുദർശനത്തിനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ വീട്ടുകാർക്ക് വേണ്ടി അവിടെ എത്തിക്കും. അതിനുശേഷം നാളെ രാവിലെ മുതലാണ് പൊതുദർശനമുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, നേതാക്കൾ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അടക്കമുള്ളവർ ഈ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി ഡൽഹിക്ക് പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വിമാനത്തിലടക്കം കേരളത്തിലെ പാർട്ടി പ്രവർത്തകരടക്കമുള്ള പല ആളുകളും ഡൽഹിക്ക് പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് വ്യക്തിബന്ധമുള്ള അത്രയേറെങ്കിലും ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പ്രധാനപ്പെട്ട പാർട്ടികളുടെ എല്ലാം പ്രതിനിധികൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തും. അതുകൊണ്ട് തന്നെയാണ് നാളെ എന്നുള്ള ഒരു തീയതി പെട്ടെന്ന് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ നേതാക്കൾക്കും എത്തിച്ചേരാനുള്ള പ്രയാസം ഒക്കെ കണക്കിലെടുത്താണ് നാളെ എന്നുള്ള തീയതി തന്നെ പാർട്ടി തീരുമാനിച്ചത്. അങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും എത്തേണ്ട പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ എല്ലാ സൗകര്യം കൂടി പ്രമാണിച്ചാണ് നാളെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമർപ്പിക്കും. നാളെയാണ് രാവിലെ മുതലാണ് അന്തിമോപചാരം അർപ്പിക്കാനായി സാധാരണക്കാർക്കും നേതാക്കൾക്കും എല്ലാം അവസരം ഒരുക്കിയിട്ടുള്ളത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തിന്റെ മൃതദേഹം എയിംസിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി വിട്ടു നൽകുക എന്നുള്ള തീരുമാനമായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും നാളെ വരെ പൊതുദർശനം ഉണ്ടാകും. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പൊതുദർശനം അദ്ദേഹത്തിന്റെ വസതിയിൽ ആരംഭിക്കും. ഇൻഡിഗോ വിമാനയാത്രാ ബഹിഷ്കരണം അവസാനിപ്പിച്ച CPM നേതാവ് ഇ.പി. ജയരാജൻ. പ്രിയ സഖാവ് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഡൽഹിയിലെത്താൻ വേണ്ടിയാണ് ഇ.പി. ശപഥത്തിൽ നിന്ന് പിന്മാറിയത്. ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്നാണ് ജയരാജൻ ഇൻഡിഗോ വിമാനത്തിൽ ഡൽഹിക്ക് പോയത്. ജൂൺ 13 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിൽ കേരള രാഷ്ട്രീയം കലാപകലുഷിതം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ സംഘടനകളുടെ സമരവേലിയേറ്റം. എവിടെയും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ.
എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിമാനത്തിനുള്ളിലും മുഖ്യമന്ത്രിക്കു നേരെ കരിങ്കൊടി വീശി മുദ്രാവാക്യം വിളിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ അസാധാരണ പ്രതിഷേധം നടത്തിയത്. അവർ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് ഇ പി ജയരാജന്റെയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെയും രക്ഷാപ്രവർത്തനം. മുമ്പെന്ന് ഓടി വരികയാണ് പിന്നോട്ട്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് മുഖ്യമന്ത്രിയെ നേരെയാണ് ചാടാനുള്ളൊരു ഭാഗം എനിക്ക് തോന്നുന്നു. സി എം ബാക്കിലുണ്ട്. ഞാൻ ഉടനെ എന്ത് ചെയ്തു, ഈ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ അവിടെ പോയില്ല, കോറിഡോർ ഇതിൻ്റെ വഴിയുണ്ടല്ലോ, നട വഴി, ഇതിൻ്റെ രണ്ടിൻ്റെയും അവിടെ പോയി ഞാനവിടെ നിർത്തി. ഇത് മദ്യപിച്ച് വിമാനത്തിൽ കയറ്റിവിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുക, ഇത് എത്രമാത്രം അപകടകരമായ നിലയാണ്. ഇതൊരു ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ. വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇവരെ അറസ്റ്റ് ചെയ്തു. ഇൻഡിഗോ അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചത്തെയും അവരെ തടഞ്ഞ ഇ പി ജയരാജന് 3 ആഴ്ചത്തെയും വിമാനയാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഇതോടെയായിരുന്നു ഇ പിയുടെ ഇൻഡിഗോ ബഹിഷ്കരണ പ്രഖ്യാപനം. ഒരു നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാത്ത ഒരു എയർ സർവീസായി പോയി ഇൻഡിഗോ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ വിമാനത്തിൽ യാത്ര ചെയ്യില്ല എന്നുള്ള നിലപാടിലേക്ക് ഞാൻ എത്തുന്നത്. ഇവരുടെ വിമാനം ഇല്ലെങ്കിലൊക്കെ എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാൻ അറിയാം. ഞാൻ നടന്നു പോയാലും ഇവരെ വിമാനത്തിൽ കയറൂല. ആരോഗ്യപരമായ കാരണങ്ങളാൽ ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടായിരുന്ന ജയരാജന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കും തിരിച്ചുമുള്ള വിമാനയാത്രാ വഴിയാണ് അതോടെ അടഞ്ഞത്. ഇൻഡിഗോ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനത്തിൽ നിന്ന് ഇ പി പിന്നോട്ട് പോയില്ല. മാസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ തിരുവനന്തപുരം കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് വീണ്ടും ജയരാജന് വിമാനയാത്ര സാധ്യമായത്. അതുവരെ ട്രെയിനായിരുന്നു ആശ്രയം. ഇപ്പോൾ 2 വർഷത്തിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്തത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ തന്റെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. BV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ ആലപ്പുഴയിലെത്തിച്ചു. പ്രതികളായ മാത്യൂസ്, ഷർമിള എന്നിവരെ ഇന്നലെ രാത്രിയാണ് ഉടുപ്പിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ മണിപ്പാലിൽ നിന്ന് പിടികൂടിയത്. ഇരുവരെയും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ചോദ്യം ചെയ്യൽ അതെങ്ങനെ പുരോഗമിക്കുന്നു? ഭവ്യ, ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതികളുള്ളത്. നമുക്കറിയാം, എല്ലാവരെയും ഞെട്ടിച്ച ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു വയോധികയുടേത്. ആലപ്പുഴ കലവൂർ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സുപ്രധാനമായ കേസിലെ പ്രതികളാണ്, അതായത് മാത്യുവും ഷർമിളയും, ഈ ഭാര്യ ഭർത്താക്കന്മാരായ ദമ്പതികളായ ഇവരാണ് ഈ കേസിലെ മുഖ്യപ്രതികൾ. ഇന്നലെ ഉടുപ്പിയിൽ നിന്നും ഇവരെ ഉച്ചയ്ക്ക് ശേഷം പോലീസ് പിടികൂടിയിരുന്നു. അന്വേഷണ സംഘം കഴിഞ്ഞ ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെടുത്ത അന്ന് മുതൽ ഇവർ എറണാകുളത്ത് അതുവരെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇവർ അതിനുശേഷം എറണാകുളത്ത് നിന്ന് പുറപ്പെടുകയായിരുന്നു. കേരളത്തിലെ വിവിധയിടങ്ങൾ സഞ്ചരിച്ചു. അതിനുശേഷമാണ് തുടർച്ചയായി ഇവർ സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായ വിവരം. പിന്നീട് ഉടുപ്പിയിലേക്ക് ഇവർ എത്തുന്നുണ്ട് എന്നുള്ള വിവരം ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കാത്തുനിന്ന അന്വേഷണ സംഘത്തിന്റെ പിടിയിലേക്ക് ഈ പ്രതികൾ വന്ന് വീഴുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് കോർത്തശ്ശേരിയിൽ നടന്നത്. നമുക്കറിയാം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. ആ വയോധികയുടെ ശരീരത്തിന്റെ 2 ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായിരുന്നു. കഴുത്തിലെ സ്ഥരണാസ്ഥി തകർത്ത് കഴുത്ത് ഒടിച്ച അവസ്ഥയിലുമൊക്കെ ആയിരുന്നു. മരണശേഷവും കൈ പിന്നോട്ടെടുത്ത് ഒടിച്ച് മടക്കി വെച്ചിരുന്ന അവസ്ഥയിലായിരുന്നു. അത്തരത്തിൽ ക്രൂരമായൊരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ നിലവിൽ മോഷണ ശ്രമത്തിന്റെ ഭാഗമായി, കവർച്ചാ ശ്രമത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ പലയിടങ്ങളിലായി ഇവർ പണയം വെച്ചിട്ടുണ്ട്, വിറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിലെ ജുവലറിയിൽ എത്തിച്ചു, അതിനുശേഷം ഉടുപ്പിയിലെത്തിച്ചു. ഉടുപ്പിയിലും ആ രീതിയിൽ ഇവർ സ്വർണ്ണാഭരണങ്ങൾ വിറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിൽ തുടക്കം മുതൽ തന്നെ ൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വളരെ വേഗത്തിൽ ഈ പ്രതികളെ പിടിക്കാനായി എന്നുള്ള ഒരു ക്രെഡിറ്റും മണ്ണഞ്ചേരിയിൽ നിന്നുള്ള പോലീസ് സംഘത്തിന് നൽകാൻ കഴിയും. കാരണം കടവന്ത്രയിൽ നിന്നും വെറുമൊരു മിസ്സിംഗ് കേസായി ആലപ്പുഴയിലേക്ക് എത്തിയ കേസ് പിന്നീട് വളരെ പെട്ടെന്നാണ് ഒരു കൊലപാതകമെന്ന ക്രൂര കൊലപാതകത്തിന്റെ വിവരത്തിലേക്ക് എത്താനായി മണ്ണഞ്ചേരി പോലീസിന് കഴിഞ്ഞത്. അവർ 2 ദിവസം, അതായത് കേസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫറായി 2 ദിവസത്തിനുള്ളിൽ തന്നെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക്
ഉച്ചയ്ക്ക് ശേഷമാണ് കോർത്തശ്ശേരിയിലെ വീടിന്റെ പിൻഭാഗത്തു നിന്ന് അത്തരത്തിൽ വയോധികയുടെ മൃതദേഹം കണ്ടെടുത്തത്. ആ കണ്ടെടുത്ത ഘട്ടത്തിൽ തന്നെ കേസിന്റെ നിർണായകമായ ഒരു ഘട്ടം അന്വേഷണ സംഘം ഇവരുടെ സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ പൂർത്തീകരിച്ചിരുന്നു. പിന്നീട് പ്രതികൾക്ക് തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണ സംഘമുണ്ടായിരുന്നു. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു നയിക്കുന്ന ഒരു ടീമാണ്. മണ്ണഞ്ചേരി സി എ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം, KR ബിജു അടക്കമുള്ള SIമാരുടെ നേതൃത്വത്തിലുള്ള സംഘം, അങ്ങനെ വിപുലമായൊരു ടീം തന്നെ ആലപ്പുഴ SPയുടെ നിർദ്ദേശാനുസരണം രൂപീകരിക്കുകയും ആ ടീം ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തന്നെ ഇവർ പലയിടങ്ങളിലായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രതികളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ ഉടുപ്പി മണിപ്പാലിൽ നിന്നാണ്, കർണാടക സ്വദേശിനിയാണ് ഈ ഷർമിള. അതുകൊണ്ട് തന്നെ ഷർമിളയ്ക്ക് അവിടെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും അന്വേഷണം പോയിരുന്നത്. ഒരു ഘട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് വേളാങ്കണ്ണി കേന്ദ്രീകരിച്ചുമൊക്കെ അന്വേഷണമുണ്ട്. ഏതായാലും പ്രതികൾ ഇവിടെ നിന്ന് എറണാകുളത്ത്, അതായത് ഈ കൊലപാതകം നടത്തി പിന്നീട് കടവന്ത്ര പോലീസ് അന്വേഷണം ആരംഭിച്ച് ഒരു ഘട്ടത്തിൽ ഇവരെ ബന്ധപ്പെടുകയും കടവന്ത്ര പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കടവന്ത്രയിലേക്ക് എത്തുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഇവർ ഇവിടെ നിന്നും ഒളിവിൽ പോയ, കലവൂർ കോർത്തശ്ശേരിയിൽ നിന്ന് ഒളിവിൽ പോയ പ്രതികൾ എറണാകുളത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച വരെയും അവർ എറണാകുളത്തുണ്ടായിരുന്നു. ആലപ്പുഴ മണഞ്ചേരി പോലീസ് മൃതദേഹം കണ്ടെത്തുന്ന ദിവസമാണ് അവർ എറണാകുളത്ത് നിന്ന് വീണ്ടും അവർ പോകുന്നത്. പിന്നീട് ദീർഘമായ സഞ്ചാരമായിരുന്നു. ആ സഞ്ചാരത്തിനൊടുവിലാണ് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. കിട്ടുമെന്നുള്ള വളരെ വലിയ പ്രതീക്ഷ തന്നെ അന്വേഷണ സംഘം ഓരോ മണിക്കൂറിലും നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെത്തിയ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വെള്ളിയാഴ്ചയോടെ പ്രതികളെ പിടിച്ചിട്ടുള്ളത്. തീർച്ചയായും മികവാർന്ന ഒരു അന്വേഷണം നടത്താനായി കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി അറിയേണ്ടത് എന്തിനാണ്, അതായത് ഈ സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. സ്വർണ്ണാഭരണങ്ങൾ, മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലായിരുന്നു. മാത്രമല്ല ആഭരണങ്ങൾ ധരിക്കുന്ന ആളാണ്, സ്വർണം മിസ്സിംഗ് ആണ് എന്നുള്ളത് സുഭദ്രയുടെ വീട്ടുകാർ, മക്കളും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പക സുഭദ്രയോട് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വർഷം അവരുമായി സഹകരിച്ച ഒരു സ്ത്രീയെ പെട്ടെന്ന് കൊലപ്പെടുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതായുണ്ട്. കാരണം മാത്യുവിന്റെയും ഷർമിളയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനമായി പങ്കുവഹിച്ച ഒരാളാണ് കടവന്ത്ര സ്വദേശിനിയായ ഈ 73-കാരി വയോധിക. അതുകൊണ്ട് തന്നെ ഈ അത്തരത്തിൽ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്ന, അടുപ്പമുണ്ടായിരുന്ന ഒരാളെ സ്വർണത്തിനു വേണ്ടി മാത്രമാണോ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കലവൂരിൽ വയോധികയെ കൊന്നുകുഴിച്ചു മൂടിയ കേസിലെ പ്രതികളായ മാത്യൂസിനെയും ഷർമിളയെയും ഇന്നലെ ഉടുപ്പിക്ക് 8 കിലോമീറ്റർ അകലെയുള്ള മണിപ്പാലിൽ നിന്ന് പോലീസ് സംഘം പിടികൂടുകയും ആലപ്പുഴയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്? കേവലം സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളതാണ് ഇനി പോലീസിന് അന്വേഷിച്ച് അറിയേണ്ടത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ശരണ്യ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇത്രത്തോളം വർഷമായി ഈ ഷർമിളയും മാത്യൂസുമായി സുഭദ്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. ഈ ആസൂത്രിതമായി നടന്ന കൊലപാതകമാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ കാര്യവുമാണ്. അപ്പോൾ ഈ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുവാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അത് എടുക്കുവാൻ വേണ്ടി മാത്രം ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം അത് സുഭദ്രയോട് ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതാണ് പോലീസിന് മുമ്പിൽ കണ്ടെത്താനുള്ളതും. ഈ ചോദ്യം ചെയ്യൽ ഇനി ഇപ്പോൾ എത്ര നേരം പുരോഗമിക്കുമെന്ന് നമുക്ക് കരുതണം. അതോടൊപ്പം നിയമപരമായിട്ടുള്ള തുടർ നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ആര്യ, അത് ആ ഒരു സംശയം, ആ ഒരു ചോദ്യം നിലനിൽക്കുന്നത് തന്നെയാണ്. കാരണം മാത്യുവിന്റെയും ഒപ്പം ഷർമിളയുടെയും വിവാഹത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഷർമിള ബന്ധുവെന്ന രീതിയിൽ അവതരിപ്പിച്ചത് ഈ സുഭദ്രയാണ്, ആന്റിയാണ് എന്ന് പറഞ്ഞാണ് ഈ മാത്യുവിന്റെ വീട്ടുകാരെ ഷർമിള സുഭദ്രയെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത് പോലും. തുടർന്ന് 2020 ഇവരുടെ വിവാഹം മുതൽ തന്നെ ഇവരുമായി കൃത്യമായി ബന്ധം പുലർത്തുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഷർമിളയും സുഭദ്രയും തമ്മിൽ വലിയ ബന്ധം ഉണ്ടായിരുന്ന ആളുകളാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരുമിച്ച് പോകാൻ യും അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അതായത് സാമ്പത്തികമായി ഷർമിളയ്ക്ക് സുഭദ്ര പണം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പണം തിരികെ സുഭദ്ര ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, അത് സംബന്ധിച്ച പരാതികൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകം നടന്നത് എന്ന് അനുമാനിക്കുന്നത് 7-ാം തീയതിയാണ് എന്നാണ്. 7-ാം തീയതി രാത്രിയോടെ, സന്ധ്യയ്ക്ക് ശേഷമായിരിക്കും ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കാരണം കുഴിയെടുത്തിട്ടുള്ളത് 7-ാം
തീയതിയാണ്. മാത്രമല്ല കുഴിയെടുത്ത പിറ്റേ ദിവസം രാവിലെ തന്നെ ആ കുഴി മൂടപ്പെട്ടുവെന്ന് അന്ന് കുഴിയെടുത്ത അജയൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ കൊലപാതകം നടന്ന ഉടൻ തന്നെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 1 മാസം കഴിഞ്ഞിട്ടും അത്ര കണ്ട ജീർണാവസ്ഥയിലേക്ക് ആന്തരിക അവയവങ്ങൾ ജീർണാവസ്ഥയിലേക്ക് എത്തിയെങ്കിലും പുറമെ ഒരു ജീർണാവസ്ഥയിലേക്ക് അത്ര കണ്ട് എത്തിയിരുന്നില്ല ശരീരഭാഗങ്ങൾ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കലവൂരിലെ വയോധികയുടെ കൊലപാതകത്തിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. ADGPയുടെ മൊഴിയെടുപ്പിൽ RSS കൂടിക്കാഴ്ച ചോദിച്ചില്ല. PV അൻവർ നൽകിയ പരാതി കേന്ദ്രീകരിച്ചായിരുന്നു മൊഴിയെടുപ്പ് എന്നും അൻവറിന്റെ പരാതിയിൽ RSS കൂടിക്കാഴ്ച ഉന്നയിക്കുന്നില്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന ആക്ഷേപത്തിൽ മൊഴി രേഖപ്പെടുത്തി. RSS കൂടിക്കാഴ്ചയിലടക്കം വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുത്തേക്കും. PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളെന്നാണ് ADGP MR അജിത് കുമാർ മൊഴി നൽകിയത്. VV വിനോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, RSS ADGP കൂടിക്കാഴ്ച അത് വലിയ വിവാദത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അൻവർ തുടക്കത്തിലെ ഉന്നയിച്ച പല കാര്യങ്ങളും അതും വളരെ ഗുരുതരമാണ്. ADGPക്കെതിരെ കൊലപാതകം അടക്കമുള്ള പല കുറ്റങ്ങളും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതുതന്നെയാകാം അദ്ദേഹം പരാതിയായി എഴുതി നൽകിയിട്ടുള്ളതും. ആ തുടക്കത്തിൽ നൽകിയ പരാതിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഈ പ്രാഥമികമായ അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുത്തിട്ടുള്ളത്, അല്ലേ? അറിയാം, PV അൻവർ നൽകിയ പരാതി അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അതെല്ലാം തന്നെ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയത് MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ്. പക്ഷേ ഇന്നലത്തെ മൊഴിയെടുപ്പിൽ ഇത് സംബന്ധിച്ച കാര്യമായ വിശദാംശങ്ങൾ ചോദിച്ചറിയൽ ഉണ്ടായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് അന്വേഷണം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും നേരത്തെ അവ്യക്തത നിലനിന്നിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും എന്ന കാര്യം അറിയിച്ചത്. CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ RSS കൂടിക്കാഴ്ചയിൽ വലിയ അതൃപ്തിയിലാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ മൊഴിയെടുക്കൽ ഉണ്ടായെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് MR അജിത് കുമാറിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക എന്നത് തന്നെയായിരുന്നു. PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികൾ ഉണ്ട് എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. മലപ്പുറം ജില്ലയിൽ നടന്ന സ്വർണ്ണ റെയ്ഡ് അല്ലെങ്കിൽ ആ സ്വർണം പിടികൂടിയത് സംബന്ധിച്ച കേസുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അജിത് കുമാർ വിശദീകരിച്ചു. പ്രധാനമായും ഒരു യൂട്യൂബ് ചാനൽ ഉടമയുമായി PV അൻവറിനുണ്ടായിരുന്ന തർക്കം, ആ തർക്കത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി യൂട്യൂബ് ചാനൽ ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്ന ഒരു ആവശ്യം, ആ ആവശ്യം നിയമപരമായി നിലനിൽക്കാത്തത് കൊണ്ട് താൻ ഒഴിവാക്കി എന്ന ഒരു കാര്യമാണ് ADGP നേരത്തെ തന്നെ വിശദീകരിക്കുന്നത്. ഇക്കാര്യം അദ്ദേഹം ആവർത്തിച്ചുവെന്ന വിവരവുമുണ്ട് DGPക്ക് മുന്നിൽ. ഈ ഒരു തർക്കമാണ് പിന്നീട് വളർന്ന് വലുതായത്. ഏതായിരുന്നാലും DGP തനിക്ക് കിട്ടിയ പരാതികൾ അതെല്ലാം തന്നെ സമഗ്രമായി അന്വേഷിക്കാനുള്ള തീരുമാനത്തിലാണ്. വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ നൽകിയിട്ടുണ്ട്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്ന് ADGPയുടെ അനധികൃത സ്വത്ത് സമ്പാദനമാണ്. കവടിയാറിൽ വയ്ക്കുന്ന കൊട്ടാര സദൃശ്യമായ വീട്, ഇതിനൊക്കെയുള്ള സാമ്പത്തിക ഉറവിടം എവിടെ നിന്നാണ്, ഇതിന്റെ സ്രോതസ് എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന ഒരു ശുപാർശയാണ് DGP നൽകിയിട്ടുള്ളത്. അതേസമയം PV അൻവർ ആകട്ടെ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം DGPക്ക് കത്ത് നൽകിയിരുന്നു. കുടുംബാംഗങ്ങൾക്കടക്കം പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. അതിൽ അൻവർ പറയുന്നത് തനിക്ക് ഊമക്കത്ത് ലഭിച്ചു, കൊലപ്പെടുത്തുമെന്ന ഭീഷണിയുണ്ട് എന്ന കാര്യമാണ്. ഏതായിരുന്നാലും ഈ അന്വേഷണം വളരെ സമഗ്രമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ സർക്കാരിന് പോലീസ് ആസ്ഥാനം സമർപ്പിച്ചിരിക്കും. അറിയാം, വീണ്ടും മൊഴിയെടുക്കാനുള്ള സാധ്യത തന്നെയല്ലേ മുന്നിലുള്ളത്? അതിനി എപ്പോഴത്തേക്കാകും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലേ അറിയാൻ കഴിയുകയുള്ളൂ, അല്ലേ? അങ്ങനെ തന്നെയാണ്. ഇന്നലെ തന്നെ PV അൻവർ മറ്റ് ചില കത്തുകൾ കൂടി DGPക്ക് നൽകിയിട്ടുണ്ട്. അത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതോടൊപ്പം മരമുറി അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതിലെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണങ്ങൾ വേണം എന്ന കാര്യമാണ്. പ്രത്യേകിച്ച് MR അജിത് കുമാറിനും പത്തനംതിട്ട മുൻ SP ആയിരുന്ന സുജിദാസിനുമെതിരെയുള്ള അന്വേഷണങ്ങളാണ് ഈ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്നത്. പക്ഷെ അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുന്നത് അത് RSS കൂടിക്കാഴ്ചയിൽ ഇതുവരെ കാര്യമായ ഒരു മൊഴിയെടുക്കൽ എന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. PV അൻവർ നൽകിയ പരാതിയെക്കുറിച്ച് അജിത് കുമാറിന്റെ വിശദീകരണം ഇങ്ങനെയാണ്.
PV അൻവർ ഉന്നയിച്ച പ്രകാരം യൂട്യൂബ് ഉടമയ്ക്കെതിരെയുള്ള കേസെടുത്തിരുന്നു. പക്ഷെ ആ അൻവർ ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള വകുപ്പുകൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇതിന്റെ ഒരു പ്രതികാര നടപടിയാണ്. മാത്രമല്ല അൻവറിന് പിന്നിൽ ചില ബാഹ്യശക്തികൾ ഉണ്ട് എന്ന ആരോപണം കൂടി ADGP ഉന്നയിക്കുന്നുണ്ട്. അതിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തമാണ് സംശയിക്കുന്നത്. ഏതായിരുന്നാലും DGP രണ്ട് ഭാഗത്തെയും വിശദീകരണങ്ങൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഈ സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് അനധികൃതമായാണ് ADGP സ്വത്ത് സമ്പാദിച്ചതെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം തന്നെ ശുപാർശ നൽകുകയും ചെയ്തിരുന്നു. ആര്യ. ശരി, VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പിടിയിൽ. ഡൽഹി സ്വദേശി പ്രിൻസ് ആണ് പിടിയിലായത്. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത 29 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തട്ടിപ്പ് നടത്തി നേടുന്ന പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുന്നതാണ് പ്രിൻസിന്റെ ജോലി. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടാനായത്? വിശദാംശങ്ങൾ. അറിയ കഴിഞ്ഞ കുറച്ച് നാളുകളായി എറണാകുളത്ത് പല മേഖലകളിലും തന്നെ ഈ തട്ടിപ്പ്, ഈ രീതിയിലുള്ള ഒരു സൈബർ തട്ടിപ്പ് നടക്കുന്നു. അത് വലിയ രീതിയിലുള്ള പരാതികൾ വരുന്നുണ്ട്. ഏതാണ്ട് എറണാകുളം സ്റ്റേഷൻ ലിമിറ്റിൽ മാത്രം 50ഓളം പരാതികളടക്കം ഈ രീതിയിൽ തന്നെ വരുന്നൊരവസ്ഥയിലേക്ക് അടക്കം വന്നപ്പോഴാണ് ഈ തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് വ്യാപകമായ രീതിയിലേക്ക് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഇതിപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ബീഹാർ സ്വദേശിയായ പ്രിൻസ് പ്രകാശ് എന്ന് പറയുന്നയാൾ അറസ്റ്റായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ഈ തട്ടിപ്പ് സംഘങ്ങൾ ഈ CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞുകൊണ്ട് വെർച്വൽ വിചാരണ സംഘടിപ്പിച്ച് ആളുകൾ ഭയം ജനിപ്പിച്ച് അവരെ കൊണ്ട് വളരെ നിർബന്ധിതമായ വെർച്വൽ അറസ്റ്റിലേക്ക് പോകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് പണം അടപ്പിക്കുക, അവരിൽ നിന്ന് പണം ഈടാക്കുക, ആ രീതിയിലേക്ക് പോകുന്ന വലിയ തട്ടിപ്പാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. അപ്പോൾ ആ സംഘത്തിൽപ്പെട്ട ആളാണ് ഈ പ്രിൻസ് പ്രകാശ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ CBI ഉദ്യോഗസ്ഥരായി ചമയുന്നവർക്ക് അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് നൽകുക, ഇതിലേക്ക് വരുന്ന പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റുന്ന ഇടപാടാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. സൈബർ വിദഗ്ധനാണ്. ഇക്കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നതായി പ്രിൻസ് പ്രകാശ് എന്ന് പറയുന്നയാളാണ്. ഇയാൾ നൽകിയിട്ടുള്ള വിവരമനുസരിച്ച് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചിട്ടുള്ളത് ഇയാളുടെ സംഘത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും തന്നെ വടക്കേ ഇന്ത്യക്കാരാണെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു അന്വേഷണം വിപുലമായിട്ട് തന്നെ പോലീസ് നടത്തുകയാണ്. ഇയാളെ കൊച്ചിയിലേക്ക് എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. 29 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നൊരു കേസാണ് ഇയാൾക്ക് എതിരെ ഇവിടെ ഇപ്പോൾ സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ. നേരത്തെ ഇതുമായി നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് 14ഓളം പേരെ വിവിധ ഇടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അവർ ഇത്രത്തോളം ഈ സംഘത്തിൽ ഉൾപ്പെട്ടവരല്ല, പ്രിൻസ് പ്രകാശിനോളം സംഘത്തിൽ ഉൾപ്പെട്ടവരല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം ഈ വിർച്വൽ വിചാരണകൾ, അറസ്റ്റുകളെല്ലാം ആ രീതിയിലുള്ള തട്ടിപ്പിലേക്ക് സംഘങ്ങൾ മാറുന്നു. ആ സാഹചര്യത്തിലാണ് ഈ സംഘത്തെക്കുറിച്ച് നിർണായകമായ വിവരം ലഭിക്കുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത്. ആര്യ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി പിടിയിലായിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടു കൂടിയുള്ള സംഘടന രൂപീകരിക്കാൻ താരങ്ങൾ ഫെഫ്കയെ സമീപിച്ചെന്ന വെളിപ്പെടുത്തലിൽ തുടർ നീക്കങ്ങളുണ്ടാകും. നടീനടന്മാർ അടക്കം 20ഓളം പേരാണ് ഫെഫ്കയെ സമീപിച്ചത്. സംഘടനാ തലപ്പത്തുള്ളവരുടെ കൂട്ടരാജിയിൽ അമ്മ ഭാരവാഹിത്വത്തിലുള്ളവർ തന്നെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമ്പോഴാണ് പുതിയ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ അമ്മയിൽ ട്രേഡ് യൂണിയൻ സാധ്യമാകാത്ത സ്വപ്നമാണെന്നാണ് താൽക്കാലിക എക്സിക്യൂട്ടീവ് അംഗം ജോയി മാത്യുവിന്റെ പ്രതികരണം. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇതിപ്പോൾ താൽക്കാലിക എക്സിക്യൂട്ടീവ് അംഗം തന്നെ പറയുന്നത് സാധ്യമാകാത്ത ഒരു സ്വപ്നമാണ് എന്നുള്ളതാണ്. എന്താണ് ശരിക്കും ഇപ്പോൾ പുതിയ ചർച്ചയുടെ ഭാഗമായി അമ്മയിൽ നടക്കുന്നത്? അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നതിലും രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യം അല്ലേ? അതിൽ ഈ അമ്മയുടെ നിലവിലത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ സംവിധാനത്തിൽ, അങ്ങനെ ഒരു ആശയത്തിലാണ് അമ്മ പ്രവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കടന്നു വന്ന ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് അമ്മ സംഘടനയ്ക്ക് തന്നെ ബോധ്യം വന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അതിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടതെന്ന് അടക്കമുള്ള ചിന്തകൾക്ക് ഒരു ഭാഗത്തിന് തുടക്കമിട്ടിരിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്കയുടെ
ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തിയതുപോലെ 20ഓളം പേർ തന്നെ വന്ന് കണ്ട് ചർച്ച നടത്തി എങ്ങനെയാണ് ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് മാറാൻ കഴിയുക, അമ്മ എന്ന സംവിധാനത്തിന് അതിന് മാറാൻ കഴിയുമോ, അതോ പുതിയൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് മാറുന്നതാണ്, എങ്ങനെയാണ് അതിന് പ്രവർത്തിക്കാൻ കഴിയുക എന്നതടക്കമുള്ള വിവരങ്ങൾ ആരാഞ്ഞത്. അതിൽ അവരോട് തന്നെ കൂടുതൽ ആശയവിനിമയം നടത്തിക്കൊണ്ട് സംഘടന രൂപീകരിക്കണമെങ്കിൽ ആ രീതിയിലേക്ക് ആലോചിക്കുക, അതിനുശേഷം പിന്നീട് FFKയുമായിട്ട് ആലോചിക്കുക, ഒരു ഇതിൽ അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് ആലോചിക്കാമെന്നൊരു നിർദ്ദേശമാണ് അവർക്ക് നൽകിയത്. എന്തായാലും അത്തരത്തിലൊരു ചിന്ത അമ്മ സംഘടനയ്ക്കകത്ത് ഉണ്ട് എന്നത് അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൽ തുടർന്നു വന്ന പരാതികളും അതിൽ ആരോപണ വിധേയരായവർ സംഘടനാ നേതൃത്വത്തിൽ തന്നെയുള്ളവർ അവർക്കെതിരെ പരാതി വന്നിരിക്കുന്നു, മുൻകൂർ ജാമ്യമെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് അടക്കം വന്നിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ അസ്വസ്ഥതകളുണ്ട്. കൂട്ടരാജിയെക്കുറിച്ച് തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭിന്നതകളുണ്ട് എന്നത് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചിന്തിക്കുവാനാണോ എന്നതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തമായിട്ടില്ല. ആരൊക്കെ ചർച്ച നടത്തി എന്നതും ബി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടില്ല. ആരും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുമില്ല. എന്തായാലും താരങ്ങളുടെ മേധാവിത്വത്തിൽ നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് മലയാള സിനിമാ രംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അവിടെ ഉണ്ടാകുന്ന നീക്കങ്ങൾ ഈ മലയാള സിനിമയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും അമ്മ സംവിധാനം അടക്കം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക. അതുകൊണ്ട് തന്നെയായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാതിരുന്നതും. എന്തായാലും ഇത്തരമൊരു ചർച്ച അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെ കൂടുതൽ അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിലെല്ലാം തന്നെ കൂടുതൽ അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നേക്കാം. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുകയാണ്. അതിലേക്ക് बहुत बड़ी बात है, बहुत बधाई हो आपको। थैंक यू सो मच। नमस्ते सर, मैं राजस्थान बीकानेर से आया हूँ। श्याम सुंदर स्वामी नाम है, पैरा आर्चरी से हूँ सर। हमारे बीकानेर में गन्नी सिंह राजा वो 5 बार ओलंपिक खेल के आए थे। हम देवेंद्र भैया से हम बहुत मतलब क्योंकि 40 साल के बाद मैं एक टोक्यो ओलंपिक में पार्टिसिपेट करके आया था, तो भैया को देखा था कि भाई गेम होता है ऐसे, तो मैं भी फिर पैरा में सर पहले एबल खेलता था। 2016 में मेरे को पता चला कि भाई पैरा का भी कुछ है, क्योंकि भैया का अखबार में फोटो आया था बहुत बड़ा। तो भैया से सीख के और फिर मैं 40 साल के बाद टोक्यो ओलंपिक पार्टिसिपेट करके आया था सर। इस बार सर मुझे बहुत कुछ सीखने को मिला, खास करके जो मेरी कैटेगरी के गोल्ड मेडलिस्ट SL3 के हैं नितेश कुमार जी, इनसे सीखने को मिला सर। पूरे लाइफ में जिनसे वो जीते, एक बार भी उनसे मैच इससे पहले नहीं जीते थे, और उनकी वजह से, जबकि मैं उनको हरा चुका कि अगर वो कर सकते हैं तो मैं जरूर उनको दोबारा हरा सकता हूं, और इवन पूरे वर्ल्ड में सबको हरा सकता हूं। थैंक यू सर। मेरा नाम डॉक्टर सत्यपाल है और मैं पैरा एथलेटिक्स का कोच हूं। शायद ही यहाँ पे कोई कोच होगा जो मेरे से पहले पैरा एथलीट्स को ट्रेनिंग करा रहा होगा। मैंने 2005-06 में पैरा एथलीट्स को ट्रेनिंग कराना शुरू किया। तो जब कैसे विचार आया आपको ये? सर, मैं नेहरू स्टेडियम में ट्रेनिंग कराने जाता था, तो 1-2 एथलीट्स वहाँ पे जिनकी लिम्ब डिफिशियंसी थी वो आते थे। तो मैंने उनको देखा, पढ़ा, फिर देवेंद्र जी के बारे में सुना कि उन्होंने 2004 एथेंस ओलंपिक में गोल्ड मेडल जीता था। तब मैंने इसके बारे में स्टडी किया और मैंने स्टार्ट किया थोड़ा थोड़ा करना। तो सभी कोचेस नेहरू स्टेडियम में मुझे बड़ी अजीब नज़रों से देखते थे कि मैं दीपा मलिक जी की चेयर को पुश करके जाता हूँ, किसी पैरा एथलीट को ट्रेनिंग करा कर न जाता हूँ, अंकुर धामा का हाथ पकड़ के उसको नेहरू स्टेडियम में घुमाता हूँ। तो सोचते थे कि मैं अपना टाइम खराब कर रहा हूँ। आज वही पैरा एथलीट्स, वही कोचेस जो मुझे क्रिटिसाइज करते थे, आज वो सब पैरा एथलीट्स को ट्रेनिंग कराना चाहते हैं। ये मेरे दिल से बोल रहा हूँ कि मैंने इस फील्ड में काम किया है, मैं बहुत खुश हूँ। और आने वाले टाइम में मैं आपसे प्रॉमिस करता हूँ, ये 29 नहीं, मैं 50 के मेडल का यहाँ से प्रॉमिस करके जाता हूँ कि हम सब इतना काम करेंगे, हम 50 मेडल लेते हैं। थैंक यू सर। देखिए साथियों, ये बात सही है कि हर खेल में जो सपोर्ट स्टाफ होता है या कोचिंग करने वाले लोग होते हैं, बहुत मेहनत करनी पड़े हर क्षेत्र में। लेकिन दिव्यांगों के साथ काम करना, उनको सिखाने से पहले खुद को उस जिंदगी को जीने के लिए मन से तैयार करना पड़ता है।
खुद को उस पोजीशन में रखना पड़ता है, कौन सी उसकी दिक्कतें हैं उसको खुद के जीवन में आत्मसात करना पड़ता है, तब जाके कह सकते, वरना मैं तो रूटीन में कह दूंगा यार दौड़ो, अरे वो कभी मैं नहीं दौड़ सकता, वो कोच समझ सकता है ये नहीं दौड़ सकता, उसके लिए तरीका ये होना चाहिए। और इसलिए मैं मानता हूँ कि जो पैरा एथलीट्स को जो ट्रेन करते हैं वो कोचेज एक्स्ट्रा ऑर्डिनरी होते हैं, उनके अंदर एक्स्ट्रा ऑर्डिनरी ताकत होती है जी, और इसको बहुत कम लोग समझ पाएंगे। मैं भली भांति समझता हूँ, और मैंने कई बार जब फ़ोन पे भी सबसे बात करने का मौका मिलता है तो मैं इस बात का जिक्र करता हूँ, क्योंकि जो सामान्य है उसको सिर्फ टेक्निक सिखानी होती है, इसको तो जीना भी सिखाना होता है जी। और इसलिए ये वाकई बहुत बड़ी साधना है जी, और इसलिए मैं तो मानता हूं कि आप जो साथी ये काम कर रहे हैं वो सबसे ज़्यादा अभिनंदन के अधिकारी हैं। सर, अभी मैं इंटरनेशनल कंपटीशन में जाने का स्टार्ट करके 30 साल हो गया। इवन एथलीट, एडमिनिस्ट्रेटर, हम एक टाइम में एक भी फ्लैग नहीं देखता था, अभी इंडिया का फ्लैग हम लोग को दिखने का स्टार्ट हो गया। हमारा खिलाड़ी का भी एक पैरा स्पोर्ट्स का वजह से हम मेडल जीत सकता बोल के आ गया। हम लोग कब पार्टिसिपेट करता था, उस टाइम में सोचता था पार्टिसिपेट करना है, अभी वो कॉन्सेप्ट चेंज हो गया। एंड अगेन आपको मैं बहुत धन्यवाद बोलता है सर। मैं बहुत लोग को बोलता है हमारा ब्रांड एम्बेसडर कौन है, हमारा मोदी जी हमारा ब्रांड एम्बेसडर है। एंड अगेन सर, इंडिया एबल बॉडी में भी हम अच्छा मेडल लेके आ सकता है, इसलिए मैं ईस्ट जर्मनी में था, केन्या में भी था। इंडिया में आजकल वेरी गुड फैसिलिटीज है, वो ठीक से यूज करना है। फिजिकल एजुकेशन टीचर को एक्टिव कर दिया तो 100% हम अच्छा मेडल लेगा सर। थैंक यू सर। सर, मेरा नाम निशाद कुमार है और मैं T47 हाई जंप से हूँ। പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ താരങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഋഷി രാജലക്ഷ്മി എന്ന പേര് ഇന്ത്യ മുഴുവൻ മലയാളികൾക്ക് ഒരുപാട് അഭിമാനമുള്ള ഒരു പേര് കൂടിയാണ്. 2017 ആ സംഭവമാണ് നമുക്കെപ്പോഴും ഓർമ്മ വരുന്നത്. ഇപ്പോഴും എങ്ങനെയാണ് അത് ഓർക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു വികാരം എന്താണ്? ഐ ആം എ സോൾജർ, സോ പശ്ചാത്താപം ന ഭയം നോ റിഗ്രറ്റ് നോ ഫിയർ. ഏതാണ്ട് അന്ന് പുറത്തു വന്ന വാർത്തയൊക്കെ ജീവനോടെ ഇല്ല എന്ന് തന്നെയായിരുന്നു, പക്ഷെ അതൊക്കെ അതിജീവിച്ച് തിരിച്ചു വരാനുള്ളൊരു കറേജൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? I told you, once you get trained by Indian Army, you will come out even from ashes. No one cried in front of me. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു ശക്തിയും, കാരണം അത്രമാത്രം ശക്തമായ ഒരു സപ്പോർട്ടാണ് എനിക്കുണ്ടായിരുന്നത്. മലയാളത്തിന്റെ അഭിമാനം, ദ മോസ്റ്റ് ഫിയർലെസ് മാൻ, ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിക്കൊപ്പം കേരളത്തിന്റെ കേണൽ ഉത്രാടം ദിനത്തിൽ വൈകുന്നേരം 5:30-നും തിരുവോണം ദിനത്തിൽ ഉച്ചയ്ക്ക് 12:30-നും. പാസിയും കുടുംബമാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. എന്തൊരു സംസാരിക്കും, ഓഡിയൻസിന്റെ ഒരു തീരുമാനം ഉണ്ടാവും. അന്തറാ കമന്റ് ബോക്സിൽ ആരാന്നുള്ള ചോദ്യം വരും. പാസി ഇപ്പൊ വിചാരിക്കും ഞാനല്ലേ മെയിൻ, എന്താ എന്റെ അടുത്ത് ചോദിക്കാത്തത്? ഞാൻ മനഃപൂർവ്വം ചോദിക്കാത്തത്. പാസി അതിലാണ് ഈ ഗ്രൂപ്പിലെ സുന്ദരി. തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ഉടക്കും ഉടക്കിയിട്ട് ശരി അന്ന് ലാസ്റ്റ് പറയും ഞാൻ ഡബിങ്ങിൽ പിടിച്ചോളാം. എനിക്ക് സീരിയൽ കാണണം, എനിക്ക് കണക്ക് എഴുതാണ്ട് എന്നെ പണയും. പഴയ ഓർമ്മ എന്താ ഓണത്തിന്റെ? അമ്മ വരെ കറിച്ചട്ടി എടുത്ത് അടിച്ചോണ്ട് കാര്യം പറയാം. നമ്മളൊരു 5 പേരെ തിരിച്ചറിയുന്നത് ഓണം കളറാക്കി വിഷ്ണു പാസിയും കൂട്ടരും ഉത്രാടം ദിനത്തിൽ ഉച്ചയ്ക്ക് 12:30-നും തിരുവോണം ദിനത്തിൽ രാവിലെ 9:30-നും. പാസിയുടെ ഓണം. വാർത്തകളിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയിലും CBI അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിലും സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ജാമ്യം ലഭിച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചിതനാകാം. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, കെജ്രിവാളിന് ഏറെ നിർണായകമായ ദിനമാണ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ?
ആര്യ, 10:30 കൂടി ഈ ഒരു വിഷയം, ഈ ഒരു കേസ് കോടതിക്ക് മുന്നിലേക്ക് വരും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. അതിന്റെ വിധി അതിൽ 2 കാര്യങ്ങളാണ്. അതായത് ജാമ്യാപേക്ഷയും ഒപ്പം തന്നെ CBI അറസ്റ്റിനെതിരായി നൽകിയിട്ടുള്ള ഹർജിയും, ഇത് രണ്ടിലുമാണ് ഇന്ന് വിധി പുറപ്പെടുവിക്കാൻ പോകുന്നത്. പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യം, 160 ദിവസത്തിലധികമായി ഡൽഹി മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ ജയിലടച്ചിട്ട് ഇതുവരെയും കൃത്യമായ തെളിവ് കണ്ടെത്താനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ വല്ല വിവരങ്ങൾ ലഭ്യമാക്കാനോ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഇതിനു മുമ്പ് ജാമ്യാപേക്ഷ പലതവണ സുപ്രീം കോടതിയുടെ മുന്നിലും ഒപ്പം തന്നെ ഡൽഹി റോസ് അവന്യൂ കോടതിയുടെ മുന്നിലേക്കും ഒക്കെ വരികയും ചെയ്തിരുന്നു. പക്ഷേ അന്നൊക്കെ ജാമ്യം നൽകരുത്, ഈ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതായത് ജാമ്യം നൽകി പുറത്തിറങ്ങിയാൽ മുഖ്യമന്ത്രി ഈ കേസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് CBI സംശയിക്കുന്ന ചിലരുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും CBI സംഘം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ സിറ്റിങ്ങിലും ഒപ്പം തന്നെ കഴിഞ്ഞ കേസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുമ്പോഴൊക്കെ തന്നെ അത് സുപ്രീം കോടതി പരിഗണനയ്ക്കെടുക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുകയും ചെയ്യുന്നു. റോസ് അവന്യൂ കോടതിയുടെ ഭാഗത്തുനിന്നും അതേ സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടാകുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലായിട്ടുള്ള ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. കൂടാതെ PRS നേതാവ് K കവിതയ്ക്കും ഈ കേസുമായി നിർണായക പങ്കുണ്ട് എന്ന് CBI സംശയിക്കുന്ന മലയാളി വ്യവസായിയും ഒപ്പം തന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള വിജയ് നായർക്കടക്കം ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അരുൺകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് അറസ്റ്റിലായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അരുൺകുമാർ, മലയാളിയാണ്. ഇവർക്കെല്ലാം തന്നെ ജാമ്യം അനുവദിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമായും ഈ കേസ് പരിഗണിക്കുമ്പോൾ, ഇതിന്റെ വിധി പുറപ്പെടുവിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഉപാധികളോട് കൂടി ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് ആം ആദ്മിയും ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും കരുതുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഹരിയാന തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഹരിയാനയിൽ ആം ആദ്മി ഒറ്റയ്ക്കാണ് ഇത്തവണ മത്സരിക്കുന്നത്. 61 സീറ്റിലേക്കാണ്, 90-അംഗ നിയമസഭയിൽ 61ഇടത്തെ സ്ഥാനാർത്ഥികളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടേക്കെല്ലാം തന്നെ പ്രചാരണത്തിനായി മുൻപന്തിയിൽ നിൽക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കേസിൽ വിധി പുറപ്പെടുവിക്കുമ്പോൾ അതിൽ ജാമ്യം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ജയിൽ മോചിതനാകാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കുകയും ചെയ്യും. മറ്റ് കേസുകളിലെല്ലാം തന്നെ നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചതാണ്. ഈ കേസുകളിൽ ഒഴികെ മറ്റെല്ലാ കേസുകളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വിധി സുപ്രീം കോടതിയുടെ നിലപാട് എന്താകുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് വിധി ഉണ്ടാകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മിഥുൻ, ഒരു കാര്യം കൂടിയുണ്ട്. അത് ദേശീയ വാർത്തകൾ പരിശോധിക്കുമ്പോൾ ബംഗാളിലെ സാഹചര്യം നമുക്കറിയാം. അയവില്ലാതെ തുടരുന്ന പ്രതിഷേധം അത് രോഗികളെ വലയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ രാജിഭീഷണിയൊക്കെ നമ്മൾ കണ്ടു. നിലവിലത്തെ സാഹചര്യത്തിന്റെ ഒരു ബ്രീഫ് അതെങ്ങനെയാണ്? ഡോക്ടർമാർ മുന്നോട്ട് വെച്ചൊരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും യുവ ഡോക്ടർമാർ മുന്നോട്ട് വെച്ചത്. അതിൽ ആദ്യം ഒരു അനുകൂല സമീപനം ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല എങ്കിൽ പോലും തന്നെ പിന്നീട് മമതാ ബാനർജി തന്നെ നേരിട്ടെത്താം, മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഈ കൂടിയാലോചനയ്ക്ക് നേതൃത്വം നൽകാമെന്നുള്ളൊരു കാര്യം വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് യുവ ഡോക്ടർമാരുമായി ആ ഒരു കൂടിയാലോചനകൾ അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ച നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവർ പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യങ്ങൾ, ഈ കൂടിയാലോചന നടത്തുമ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് തത്സമയം സംപ്രേഷണം ചെയ്യണം, ലൈവ് സ്ട്രീം നടത്തണമെന്നുള്ള ആവശ്യം യുവ ഡോക്ടർമാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് ബംഗാൾ ഗവൺമെൻറ് പൂർണ്ണമായും നിരാകരിക്കുകയായിരുന്നു ചെയ്തത്. അത്തരത്തിൽ ലൈവ് സ്ട്രീം നൽകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് ബംഗാൾ സർക്കാർ സ്വീകരിച്ചതോടുകൂടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ചർച്ചയിൽ യുവ ഡോക്ടർമാർ പങ്കെടുത്തിരുന്നില്ല. ഏകദേശം 2 മണിക്കൂറോളം നേരം ഈ യുവ ഡോക്ടർമാരുമായിട്ടുള്ള സംവാദത്തിന് അല്ലെങ്കിൽ ആ ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി സമയം നീട്ടിവെക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു മീറ്റിങ്ങിൽ എത്താൻ ഡോക്ടർമാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വളരെ വൈകാരികമായിട്ടാണ് ഈ ഒരു നടപടിയെ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിക്കുകയും ചെയ്തത്. കാരണം താൻ രാജിവെക്കാനടക്കം തയ്യാറാണ്. കാരണം ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട RG കൗർ ഹോസ്പിറ്റലാകട്ടെ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ആകട്ടെ നിരവധി രോഗികൾ വലയുന്നുണ്ട്. അവരുടെ ആ രോഗികളുടെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഡോക്ടർമാർ ഡ്യൂട്ടിക്ക് എത്തിയാൽ മാത്രമേ ഈ രോഗികളുടെ അവസ്ഥ
കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി അദ്ദേഹം ഈ മമതാ ബാനർജി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം അയവില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം നമുക്കറിയാം. മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയ സമരങ്ങൾ ബംഗാൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അവിടെയൊക്കെ മമതാ ബാനർജി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, പ്രതിരോധ നടപടികളുണ്ട്. അതൊക്കെ തന്നെ ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് എവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ സംഭവ വികാസങ്ങൾ ഉടലെടുത്തതിന് പിന്നാലെ ബംഗാൾ നിയമസഭയിൽ ഒരു പ്രത്യേക ബിൽ പാസ്സാക്കി, വധശിക്ഷ അടക്കം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബിൽ പാസ്സാക്കിയിരുന്നു. അത് ഗവർണറുടെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതുവരെയും ബില്ല് ഒപ്പിടാൻ ഗവർണർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിലും വലിയ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ബംഗാൾ സർക്കാരിൻ്റെയും മമതാ ബാനർജിയുടെ തീരുമാനമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടർമാരുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതിൽ യുവ ഡോക്ടർമാരുടെ നിലപാടാണ് ഇനി അറിയേണ്ടത്. ശരി, MJ മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഓണം ഇങ്ങെത്തുന്നു. ഇന്ന് പൂരാടം. ഓണക്കാലത്ത് ഒരു സദ്യ കഴിക്കുക, പൂക്കളം ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആവേശമാണല്ലോ എല്ലാവർക്കും. അതും സദ്യ കഴിക്കുമ്പോൾ പായസം ഏതാണ് എന്ന ചോദ്യമാണ് എല്ലാവർക്കും ആദ്യം വരിക. ഈ തിരക്കിന്റെ ഒക്കെ ഇടയിൽ ഇതെല്ലാം കൂടി ഒരുക്കാൻ കഴിയുമോ? സമയമുണ്ടാകുമോ? ഇനി ഉണ്ടായാൽ തന്നെ സാധനങ്ങളെല്ലാം ഒരേ കുടക്കീഴിൽ നിന്ന് വാങ്ങാൻ കഴിയുമോ എന്നുള്ള ടെൻഷൻ വേറെയും. എങ്കിൽ ഈ ഓണത്തിന് ആ ഒരു ടെൻഷൻ വേണ്ട. പൂവും പച്ചക്കറിയും പായസവും എന്തിനും മിനി സദ്യ പോലും കിട്ടും. എവിടെ നിന്നാണെന്നല്ലേ? അതൊന്ന് കണ്ടു നോക്കാം. പറഞ്ഞ് ഓണം ഇങ്ങെത്തി. സദ്യയും മാവേലിയും ഓണപ്പൂക്കളും ഒക്കെയായി നമ്മൾ മലയാളികൾ ഓണത്തെ വരവേൽക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നാടെങ്ങും ഓണച്ചന്തകളാണ്. അത് മാളിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? തിരുവനന്തപുരം ലുലു മാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഓണച്ചന്ത നമുക്ക് കാണാം. ഇവരിതിന് ഓണവഞ്ചി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ വഞ്ചി നിറയെ സാധനങ്ങളാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ പച്ചക്കറി മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനം മാത്രമേ കാണുള്ളൂ. നല്ല പൂക്കളത്തിന് വേണ്ടുന്ന പൂക്കൾ ഇവിടെ ഉണ്ട്. കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ട്. പിന്നെ ഈ വഞ്ചി തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച്, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഓണത്തിന്റെ ഒരു വൈബ്, അങ്ങനെ തന്നെ പറയാം, ഓണത്തിന്റെ ഒരു വൈബിലോട്ട് നമ്മൾ എത്തുകയാണ്. ഇവിടെ വന്നാൽ ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാം ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിപ്പോ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു ഓണച്ചന്തയാണ്. ഇത് മാത്രമല്ല, ഇവിടെ നിറയെ സാധനങ്ങളുണ്ട്. നമുക്ക് ഇതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫ്രഷ് ഫുഡ് മാനേജർ ആയിട്ടുള്ള ഉല്ലാസിനോട് ചോദിക്കാം. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷം ഞങ്ങള് നല്ല രീതിയിൽ കൂടുതൽ വിഭവങ്ങൾ ട്രഡീഷണൽ ഒരു ഓണവഞ്ചിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് അത് എടുക്കുവാനും അവർക്ക് അത് തന്നെ നല്ല വിലക്കുറവിലുമാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓഫേഴ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഓഫേഴ്സ് നമ്മൾ നല്ല മറ്റുള്ള അടുത്തേക്കാളും നല്ല വില കുറച്ച സാധനങ്ങളാണ് ഇടുന്നത്. ഈ പൂക്കൾക്കൊക്കെ പൊതുവെ വിപണിയിൽ വില കൂടുതലാണല്ലോ, ഇവിടേക്ക് വരുമ്പോ എങ്ങനെയാണ്? ഇവിടെയും നോർമൽ പ്രൈസ് തന്നെയാണ്. നമ്മൾ മറ്റുള്ള വിപണിയെ കമ്പയർ ചെയ്താണ് വിപണിയേക്കാൾ വില കുറവാണ്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ഓണച്ചന്ത നടത്താറുണ്ട്. ഉണ്ട്. ഇത്തവണ ഞങ്ങൾ ഇച്ചിരൂടെ നല്ല ട്രഡീഷണൽ ആയിട്ട് ഓണവഞ്ചിയിലാണ് എല്ലാം സെറ്റാക്കി. ഓണത്തിന്റെ ക്ലൈമാക്സ് എപ്പോഴും സദ്യയാണ്. സദ്യയിലാണെങ്കിലോ പായസം. പായസത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഥമൻ. ആ പ്രഥമനാണ് ഞാനിപ്പോ കഴിച്ചിട്ടുള്ളത്. ഇവിടെ പായസമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവോണ ദിവസം വരെ ഈ പായസമേള ഇവിടെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ കയ്യിലുള്ള അടപ്രഥമം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന്. അത് മാത്രമല്ല, ഇവിടെ ചെറുപയർ പായസം, പാലട പായസം, ഡേറ്റ്സ്, സേമിയോ, ഇളനീർ പായസം തുടങ്ങി ഒരുപാട് പായസത്തിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ കാണാനുള്ളത്. അപ്പൊ ഈ
പായസമേളേന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതിനുള്ളിൽ കയറിയപ്പോ തന്നെ ഈ പായസത്തിന്റെ പലതരം പായസത്തിന്റെ അത്രയും രസമുള്ള ഒരു മണം കിട്ടുന്നുണ്ട്. ഇളനീർ പായസമാണ്. ഇളനീര്, പാലട, അടപ്രഥമൻ, കടലപ്പരിപ്പ്, ഡേറ്റ്സ്, അരിപ്പായസം, സേമിയ പായസം, ലാസ്റ്റ് ചെറുപയർ പായസം. ഇത് എത്ര ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ 8 ദിവസമായി സ്റ്റാർട്ടിംഗ് ആയിട്ട്. അത്തം മുതലുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വിപുലമായ രീതിയിൽ തന്നെ പായസമേള നടത്താറുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ഈസി ആയിട്ട് വന്ന് വാങ്ങുവാനും അതും ഇത്രയും വെറൈറ്റി വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പായസങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കാനും അവർക്ക് അവസരമുണ്ട്. അപ്പൊ എങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പായസം മാത്രമല്ല, അവിടെ ചെന്ന ഒരു മിനി സദ്യ കൂടെ അവിടെ ഉണ്ട്. 26 ഐറ്റം ആണ് ആ സദ്യയിലുള്ളത്. അപ്പൊ എല്ലാവരും ലുലുവിൽ ഈ പായസമേളയിലൊക്കെ വന്നിട്ട് ഏത് തരം പായസം വേണമെങ്കിലും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം, വാങ്ങിക്കാം, വീട്ടിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിന് ഒരുങ്ങാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഇവിടെ പൂർണ്ണമായും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ ഈ മലയോര ഗ്രാമമായ പറന്തൽ ഇന്ന് അറിയപ്പെടുന്നത് ജണ്ടുമല്ലി കൃഷിയുടെ പേരിൽ കൂടിയാണ്. ഈ നെല്ലിന്റെ പേര് തന്നെ ഓണമെന്നാണ്. ഈ ഓണത്തിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ പച്ചക്കറികൾ. ഓണത്തിന് ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു സാധനമാണ് ശർക്കര. പുറത്തുള്ള നമ്മുടെ മലയാളികൾക്കും ഓണം ആഘോഷിക്കണമല്ലോ. അവർക്കും സദ്യ വേണം, പച്ചക്കറി വേണം, അതിനുള്ള വിഭവങ്ങൾ വേണം. ഉത്രാടം ദിനത്തിൽ വൈകുന്നേരം 3:30-നും തിരുവോണം ദിനത്തിൽ വൈകുന്നേരം 4:30-നും നാട്ടിൻപുറത്തെ ഓണ ഒരുക്കങ്ങളിലൂടെ ഒരു യാത്ര. ഓണത്തിന്റെ സമൃദ്ധി. ആനപ്രേമികൾക്ക് ആവേശമായി തിരുനക്കര ആനയൂട്ട്. 17 ആനകളാണ് ആനയൂട്ടിലും ഗജസംഗമത്തിലും പങ്കെടുത്തത്. പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ആനയൂട്ട് നടത്തിയത്. കേരളത്തിലെ എണ്ണം പറഞ്ഞ കരിവീരന്മാർ തിരുനക്കര തേവരെ വണങ്ങിയ ശേഷം ഓരോരുത്തരായി ഗോപുര നടവഴി പുറത്ത് അണിനിരന്നു. കൊമ്പനും പിടിയനും ഉൾപ്പെടെ 17 കരിവീരന്മാരാണ് തിരുനക്കര തേവരുടെ ആനയൂട്ടിനെത്തിയത്. 300 കിലോഗ്രാം അരിയുടെ ചോറിൽ നെയ്യും ശർക്കരയും നാളികേരവും നിവേദ്യങ്ങളും ചേർത്ത് ഉരുളകളായി ആനകൾക്ക്, കരിമ്പുൾപ്പെടെ വേറെ ദ്രവ്യങ്ങളും. പ്രത്യക്ഷ ഗണപതിയായി ആനകളെ സങ്കല്പിച്ചാണ് ആനയൂട്ട്. നാലമ്പലത്തിൽ നിന്ന് തീർത്ഥശുദ്ധി വരുത്തി ചന്ദനക്കുറി അണിയിച്ചാണ് ഓരോ ആനകളെയും പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. ന്യൂസ് 18 കോട്ടയം. ഏതാഘോഷമായാലും അത് ഏറ്റവും നന്നായി ആഘോഷിക്കുന്നത്, ഏറ്റവും ആസ്വദിക്കുന്നത് കുട്ടികളാണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഒരു കുട്ടിക്കൂട്ടമാണ്. ചേട്ടന്മാരുടെ കൊട്ട് കണ്ട് വീട്ടിലെ പഴയ ഇഡ്ഡലി തട്ടും കന്നാസും പലകയുമെല്ലാം വാരിയെടുത്ത് പണി തുടങ്ങിയ കുട്ടിക്കൂട്ടം. സോഷ്യൽ മീഡിയയുടെ എല്ലാ അതിരുകളും ഭേദിച്ച് മുന്നേറുന്ന ആ കുട്ടിക്കൂട്ടത്തെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ ഓണസമ്മാനമായി എത്തിക്കുകയാണ്. ഓണം ബീറ്റ്സ്. ഉത്രാടം ദിനത്തിൽ രാത്രി 9 മണിക്കും തിരുവോണം ദിനത്തിൽ വൈകുന്നേരം 5:30-നും. മലപ്പുറം നിലമ്പൂരിൽ പ്രായപൂർത്തിയാകാത്ത 2 ആദിവാസി കുട്ടികളെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂത്തേടം തീക്കടി ആദിവാസി നഗറിലെ 17-കാരനും കരുളായി കൊയപ്പാൻ വളവിലെ 15-കാരിയുമാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു കയറിൽ ഇരുവരും കൂട്ടിക്കെട്ടി ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം ഇരുവരും വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇരുവരും കുറച്ചു മാസങ്ങളായി ഒരുമിച്ചാണ് താമസം.
സാമ്പാർ പൊടി വിപണിയിലിറക്കി പൊൻകതിർ ഫുഡ് പ്രൊഡക്ട്സ്. വിപണി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പൊൻകതിർ മസാല പൊടികളുടെ നിർമ്മാണം ആരംഭിച്ചത്. പൊൻകതിരിന്റെ ഈസി പാലപ്പം പൊടിയും അരിപ്പൊടി ഉൾപ്പെടെ 60-ലധികം ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ട്. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം. വയസ്സും എസ് രാമേന്ദ്രൻപിള്ളയ്ക്ക് 47 വയസ്സും